പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് ആകാൻ കുറച്ച് സമയം പിടിക്കും ചെയ്തോട്ടാ. നമ്മള് ബീഫ് ഇടാൻ വേണ്ടി പോവാണ് കേട്ടാ. ഞാനും ഞെട്ടിപ്പോയി ചെയ്തോട്ടാ. എന്നിട്ട് ലാസ്റ്റ് ആണ് ഈ ബീഫ് ഇടണ്ടെന്നാണ്. ഇതൊക്കെ ഒന്ന് വാടി കണ്ടാ, ടൊമാറ്റോ ഒക്കെ ഒന്ന് അതിന്റെ നമുക്ക് ഇനി ക്യാപ്സിക്കം ഇട്ടു. അപ്പൊ നമുക്കിനി 15 മിനിറ്റിന് ശേഷം നമുക്ക് കാണാം. ഭയങ്കര കളർഫുൾ കറിയില്ലേ, ആ ഗ്രേവി ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ ക്യാപ്സിക്കം ഉണ്ടാവുകയാണെങ്കിൽ. നീ വീഡിയോ ശരിക്കും കണ്ട ഉണ്ടാക്കണത്? എന്നോട് എല്ലാ പ്രാവശ്യവും ചോദിക്കും, ഞാൻ കണ്ടു. ഒരു ബട്ടർ റൈസ് ഉണ്ടാക്കിയാലേ വേണോ? ഇത് ചോറിന്റെ ഒപ്പം കഴിക്കാൻ പറ്റൂലടി. അല്ലെങ്കിൽ അവിടെ തൃപ്തിന്ന് ബിരിയാണി റൈസ് മേടിക്കും. അത് മേടിക്കാം. നെയ്ച്ചോറ് മേടിച്ചിട്ടുണ്ടോ? അത് മതി. അല്ല ഞാൻ ഇനി എപ്പ ഉണ്ടാക്കാനാ ചെയ്തോട്ടെ. ഇന്നലെ തൊട്ട് എന്ത് പണിയായിരുന്നു. നെയ്ച്ചോറ് വേണോ മന്തി റൈസ് വേണോ? പോടിയണത് മന്തി റൈസ് ആയിട്ട് കിട്ടുമെന്ന് പറയും. നീ കഴിച്ചോ, ഞങ്ങള് ഇത് കഴിച്ചോളാം. എന്നാ ബിരിയാണി റൈസ് മാത്രം മേടിച്ചു. എന്ത് വാങ്ങിത്തരാ? മെൻസ് ഡേക്ക് നീ എന്താ മേടിച്ചെന്നെ? അങ്ങനെ ഉണ്ടാവുന്ന എനിക്ക് അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു അല്ലേ? CBSE കഴിഞ്ഞ പാറുന്റെ കഴിഞ്ഞെന്ന് പറഞ്ഞല്ല. ഇന്ന് പാറു ഫ്രണ്ട്സായിട്ട് സിനിമ പോയിരുന്നു. ഞാൻ നിന്റെ ഇപ്പൊ തീരും പരീക്ഷ. ഇവര് കളിച്ചോണ്ട് കിടക്കുമ്പോ അവരിന്ന് പഠിക്കണേന്നു. എന്നാ ഇതേട്ടാ ഈ പെരുന്നാള് മുസ്ലിംസിന്റെ ബക്രീദല്ല, ഈ മാസം പകുതിയോടുകൂടി ഉണ്ടാവും തോന്നുന്നു. നല്ലൊരു നമുക്കൊരു ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കിയല്ലേ പെരുന്നാൾ പ്രമാണിച്ച്? അറിയോ ഉണ്ടാക്കാൻ? അപ്പൊ അത് എനിക്കിതൊന്നും അറിയാൻ പോലെ അതെല്ലാം പഠിച്ചിട്ടായിരുന്നു. ഞാൻ കുറച്ച് വോയിസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായി, പക്ഷെ മൈക്ക് ഓൺ ആയിരുന്നില്ല. ഇപ്പൊ ചെക്ക് ചെയ്തപ്പോഴാണ് മൈക്ക് ഓൺ ആണെന്നുള്ളത്, ഓഫ് ആണെന്നുള്ളത് മനസ്സിലായി. ഇപ്പൊ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. എന്തായിരിക്കും? എന്റെ ഡയറി വേണോ? ഇത് നിർത്തരൂ. പഠനം തീർന്നില്ലേ? ആദ്യം എന്താടി ഇത് ചെയ്യേണ്ടത്? ആദ്യം ബട്ടർ ഇടണം, പിന്നെ ഓണിയൻ ഇടണം, പിന്നെ ഗാർലിക്. അത്ര അതാണ് ഇപ്പൊ ചെയ്യാൻ വേണ്ടി പോണത് കേട്ടാ. മന്തി റൈസ് ഒക്കെ കിട്ടുമോ? ആദ്യം കറി റെഡി ആവുമെന്ന് നോക്കാം, എന്നിട്ട് മന്തി കഴിക്കാൻ മേടിക്കാം. അല്ല എല്ലാം നമ്മൾ നോക്കണമല്ലോ. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? ഞാൻ വെക്കണൊക്കെ ശരിയാവാറില്ലേ? ഇത് അൺസോൾട്ടഡ് ആണ്. ഇത് അൺസോൾട്ടഡാ. നമ്മൾ സത്യത്തില് ഇതിൽ ഒരു തുള്ളി എണ്ണ ചേർക്കണില്ല കേട്ടാ. അതായിരിക്കും അമേരിക്കക്കാരൊക്കെ വെളുത്തിരിക്കണം. എന്താണ്? എന്റെ മൈക്ക് ഓണാണ്. സേതുന്റെ ഓണാണെന്ന് ഞാൻ നോക്കിയായിരുന്നു, ഇടയിൽ ചോദിക്കുകയും ചെയ്തായിരുന്നു. ഒറ്റൊരു ഓണിയനായിട്ട് എടുത്തിട്ടുള്ളൂ. സേതട്ടൻ ചോദിക്കുക അതെന്താ രാഗി അങ്ങനെ? അതങ്ങനെയാണ് അവര് പറഞ്ഞേക്കണേ. ഞാൻ അവര് പറഞ്ഞ പോലെയല്ലേ ചെയ്യുള്ളൂ. അത് ശരിയാ. ബട്ടർ വേണോന്നൊക്കെ ചെയ്തിട്ട് നോക്കണം കേട്ടാ. ബട്ടർ വേണോന്നാ? അല്ല ഇങ്ങനെ പോരെ, അവര് ഒത്തിരി ഇട്ടിട്ടുള്ളൂ. എന്തും വേണോ അല്ലേ? ഇതില് ഒരു സാധനം കൂടി നമുക്ക് ഇടാനുണ്ട്, ലീക്ക് എന്ന് പറഞ്ഞൊരു സാധനം. പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല. സാധാരണ ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. ആണല്ലേ? ഞാൻ ലുലു പോയപ്പോ മേടിച്ചായിരുന്നു. സത്യം. അന്നെങ്കിൽ ചെയ്തോണ്ട് ഇത്തിരി ഇത് മേടിക്കായിരുന്നില്ലേ, സ്പ്രിംഗ് ഓണിയൻ. ഇത് നമ്മുടെ പാത്രം വലിയ പാത്രം, ഇത്ര ഉണ്ടാവില്ല കേട്ടോ സാധനം. അല്ലേ ചേട്ടാ? ബിരിയാണി ഉണ്ടാക്കണ പാത്രവും നമ്മള് സോട്ടായിട്ടുണ്ട്. ഇനി അടുത്തത് ബീഫ്. ബീഫ് ഇടണോ? ആണാ? എന്നിട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി തീരുമെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് ആകാൻ കുറച്ച് സമയം പിടിക്കും ചേട്ടാ.
നമ്മള് ബീഫ് ഇടാൻ വേണ്ടി പോവാണ് കേട്ടാ. ഞാനും ഞെട്ടിപ്പോയി ചെയ്തു കേട്ടാ ഒരു ബീഫ് ഇട്ടപ്പ. എന്റെ വിചാരം ഇതെല്ലാം ഇട്ടിട്ട് ലാസ്റ്റ് ആണ് ഈ ബീഫ് ഇടണ്ടെന്നാണ്. ഇത് വേവണോ അല്ലേ? പിന്നെ ഇതിങ്ങനെ വേറിട്ട് വേറിട്ട് കിട്ടും ഇപ്പൊ. ഒന്ന് ഇത് ചെയ്ത് കൊടുത്തേക്ക്. ഇത് ലുലുവില് മാത്രമേ കിട്ടുള്ളൂ. അല്ല ലുലുന്ന് വെച്ചാ ഇങ്ങനെ സാധാരണ കടകളിൽ കിട്ടില്ല. ഫ്രോസൺ കിട്ടും. ആണോ? അത് ചിക്കന്റെ ബീഫിന്റെ പനിയല്ലേ. ഇത് അവര് ഉണ്ടാക്കണിട്ട് വായെന്നൊക്കെ വെള്ളം വന്നിട്ട് പറ്റണുണ്ടായില്ല. അവര് ഉണ്ടാക്കണ ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടാക്കാൻ തോന്നിയത് എന്താന്ന് പറയാ, എല്ലാം ഇട്ടിട്ട് ഇതിന്ന് ആ ഗ്രേവി ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരും. അത് കാണുമ്പോ ആർക്കും തിന്നാൻ തോന്നും. ബീഫ് തിന്നാത്ത ആൾക്കാർക്കും കഴിക്കാൻ തോന്നും. അത് ഒന്നുകൂടി ഒന്ന് ഇതാവട്ടെ അല്ലേ. ഇത് കഴിഞ്ഞിട്ട് ചില്ലി പൗഡർ ആണ് ഇടേണ്ടത്. ഇതെന്താ കാശ്മീരി? അവര് ബെൽ പെപ്പറല്ലേ ഇടണത്, അത് കൊറേ ഇടണില്ല. ഞാൻ ആലോചിക്കുന്ന എരിവുള്ളത് ഇടട്ടെ, അല്ലെങ്കിൽ ചുമന്ന കളറായി പോവൂലേ. എരിവുള്ളത് വേണ്ട, ലൈറ്റ് ആയിട്ട് ഇടണത്. പിന്നെ പെപ്പറാണ് എരിവിന് ഇടണത്. കൊളാക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എടപ്പാ ഞാൻ ഈ ഒരു പെർമിഷൻ കിട്ടിയാ മതി. കളർ ഏതിനാ വന്നത്? അത് മറ്റേ അതാണ് ഇടേണ്ടത്. ആണോ? അതിടാം. നീ പറഞ്ഞ മധുരം ഉണ്ടാവും, കുരുമുളകിന്റെ മധുരം എരിവ് പോരെ? അല്ല ഇനിയിപ്പൊ ഞാൻ ഓർക്കണ എന്ത് അവരുടെ കളറ് ചുമപ്പല്ലായിരുന്നല്ല. എനിക്ക് മറ്റേ കളർ ഇടാനാ. എന്താന്നറിയോ, എല്ലാം വേറെ കളറാവും. പാപ്പരിക്കാണ് ഇടേണ്ടത്. ഇത് നല്ല എരിവുള്ള മുളക് പൊടി. മിക്സ് വെൽ. At the same time you have to add some tomatoes. അതെ. ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചില്ലല്ലോ. അയ്യോ അതരിഞ്ഞ് വെച്ചില്ല. ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ടില്ല, കുക്ക് ചെയ്യാൻ പോണേണ്. കാമോൺ രാഗി, എന്താണ് ചെയ്തു കേട്ടാ? ഉരുളക്കിഴങ്ങ് അരിയണ്ടേ? അത് ചെയ്തിട്ട് കൊണ്ടുവന്നതിൽ ഉണ്ടായിരുന്നില്ല. അതിപ്പോ അരിയാലാ. ലച്ചു ഇത്തിരി പൂരിയൊക്കെ എടുത്ത് കഴിക്ക് ലച്ചു. പിന്നെ നീ വിശക്കണെന്ന് പറയണ എന്തിനാ? ഇപ്പൊ ചെയ്തിട്ട് ടൊമാറ്റോന്റെ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഇടൂലായിരുന്നു. ഉരുളക്കിഴങ്ങിന്റെ കാര്യം കുറച്ച് ചൂടെ വെക്കട്ടെ? വെച്ചോ, കുറച്ച് വെച്ചാലും കുഴപ്പമില്ല. എന്താന്നറിയോ, ഒന്ന് ഇതാവട്ടെ. ഇനി നമുക്ക് പെപ്പർ ഇത് ഇടണ്ടേ, ക്യാപ്സിക്കം ഒക്കെ ഇടണം. ഓക്കെ, ഇത് സെറ്റായി. അതിപ്പോഴല്ല, ഇനി കൂട്ടിക്കോ. ഇനി ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞാ നമ്മുടെ ക്യാപ്സിക്കം. ഇതൊക്കെ ഒന്ന് വാടി കണ്ടാ, ടൊമാറ്റോ ഒക്കെ ഒന്ന് അതിന്റെ നമുക്ക് ഇനി ക്യാപ്സിക്കം ഇട്ടു. നല്ല കളർഫുള്ളായില്ലേ? ഇനി ഗ്രീനും കൂടി വരുമ്പോ, ഗ്രീൻ മേടിച്ചിട്ടില്ലല്ലോ. അതിനല്ലേ ഇപ്പൊ ഇത് പീസ് പൊട്ടറ്റോ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. നിങ്ങൾ ഇളക്കിയ ഇനി എന്താ ഗ്രീൻ പീസ് കഴുകണോ? പ്രാവശ്യം കഴുകാം. ഉപ്പൊക്കെ ഇടണം. അയ്യോ തട്ടിയിടല്ലേ കേട്ടാ. ഇനി പൊട്ടറ്റോ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പെപ്പർ ഇട്ട് കൊടുക്കാം. അപ്പൊ ബ്രോത്ത് എപ്പോഴാണ് ഒഴിക്കേണ്ടത്? അത് ഇപ്പൊ ഇടണം. പെപ്പർ ഇട്ട് കൊടുത്തിട്ട് ഇതാ മതി അല്ലേ? ചേട്ടാ എരിവായി പോയാലേ. അല്ല, 15 മിനിറ്റ് മൂടി വെക്കാതെ വേവിക്കണം. 15 മിനിറ്റ് കഴിഞ്ഞ 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. അപ്പോഴാണ് ഇത് ഓൾറെഡി സെറ്റ് ആവുള്ളൂ. ഒഴിക്കട്ടെ? ഇത് ബ്രോത്ത്, ചിക്കൻ ബ്രോത്ത്. ബീഫ് ഉണ്ടെങ്കിൽ ബീഫ് ഇടാട്ടോ. നമ്മള് ചിക്കന്റെ എല്ലൊക്കെ വാങ്ങി.
വെള്ളം കുറച്ചും കൂടി വേണ്ടി വരുമായിരുന്നു. ഇത് മതിയില്ല, അല്ലെങ്കിൽ പിന്നെ വെള്ളച്ചോവയോ. ഇനി ഇത് 15 മിനിറ്റ് സമയം എത്രയും നോക്കിയടാ. അപ്പൊ അത് 1:45 ആവുമ്പോ അപ്പോഴേ നമ്മളിത് ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. ക്ലോസ് ചെയ്തിട്ട് 10 മിനിറ്റും കൂടെ വരും. അപ്പോഴേ ഇതൊക്കെ ആവുള്ളൂ, നമ്മുടെ ഗ്രീൻ പീസും പൊട്ടറ്റോയും ഒക്കെ സെറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പൊ നമുക്കിനി 15 മിനിറ്റിന് ശേഷം നമുക്ക് കാണാം. അപ്പൊ വെന്തിട്ടുണ്ട്. ലച്ചൂര് ഇത്തിരി ഇത് ക്യാരറ്റ് ഇത്തിരി വേവാനുണ്ട് കേട്ടാ. ഇത്തിരി തരാ, അതിന് വിശന്നിരിക്കണ്ടല്ലോ. ഗോൾഡൻ സ്പാരോ നെഞ്ചിലെ ആരോ. ഇത് വേവണേന് അരിയണതൊക്കെ നമ്മള് പെട്ടെന്ന് ആവും. പിന്നെ ഞാനൊരു കാര്യം മറന്നു കഴിഞ്ഞാൽ 2 ബേ ലീഫും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിട്ടാ. പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് കുറച്ചും കൂടെ എരിവ് വേണമെന്ന് തോന്നിയിട്ട് ഞാൻ ഇത് കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്തു. അടിപൊളിയായിട്ടുള്ള നമ്മുടെ മിനിറ്റ്സ്ഡ് ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിയേ എന്താ അല്ലേ ആ കിടക്കണ കിടപ്പ് എന്താ. ഇത് ഞങ്ങൾക്ക് 2 ദിവസത്തേക്ക് കഴിക്കാനുണ്ട്. ഇവിടെ ആരും ബീഫ് കഴിക്കില്ല. വെച്ചുകൂട്ട നമ്മുടെ ഫോണൊന്നും എടുത്തുകൊണ്ട് വരുവോടാ. തരാം. അല്ല എന്തെങ്കിലും വെജിറ്റബിൾസ് കിട്ടാത്തത് ഉണ്ടെങ്കിൽ ഫോൺ എടുത്താ. ടേസ്റ്റ് എന്ന് പറയാനേ ഞാൻ പറഞ്ഞുതരാം. പേടിയാവുന്നു. ചെയ്തിട്ടൊരു കാര്യം ഞാൻ പറയട്ടെ. മൈക്കില്ലല്ലോ, മൈക്കിന്റെ ചാർജ് തീർന്നു. അതാണ് ഞാൻ പറയണ കിട്ടിയാന്നെ എനിക്കറിയില്ല. ഇത് കണ്ട, ഇതിന്റെ ടെക്സ്ചർ ഇങ്ങനെയാണ്. നമ്മളെല്ലാം ഉണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കാരണം ഒരു ഹെൽത്തി റിച്ച് തന്നെയാണ് കേട്ടാ. നമ്മൾ കുറച്ച് മന്തി റൈസ് മേടിച്ചായിരുന്നു. കൊച്ചിന് ഇഷ്ടായാടാ? പച്ചക്കറി ഇഷ്ടപ്പെട്ടിട്ടില്ല. അതങ്ങനെയാണല്ലോ. നമുക്ക് 2-3 ദിവസം കഴിക്കാനുണ്ടാവും. മന്തി റൈസ് നമുക്ക് അവിടെ നിന്ന് മന്തിക്കടയിൽ നിന്ന് കറക്റ്റ് അവിടെ നിന്ന് മേടിച്ചെങ്കിൽ കുറെ കിട്ടിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. എന്താന്ന് വെച്ചാൽ ലൈറ്റ് ആയിരിക്കും, ഭയങ്കര എരിവുമില്ല മസാലയും ഇല്ല അല്ലെ, അങ്ങനത്തെ ഒരു ഇതാണ്. കളർഫുള്ളാണ്. പിന്നെ എല്ലാ പച്ചക്കറിയും ഉണ്ട്. ഭയങ്കര കളർഫുൾ കറിയില്ലേ. ആ ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ, ഒന്നും പറയാനല്ലോ. എനിക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇഷ്ടമായില്ല. എനിക്കത് ഇഷ്ടമായി. അത് ഇഷ്ടമായ ഇതണ്ട ഗ്രേവി അടക്കണ കണ്ട അടിപൊളി എന്ന് പറഞ്ഞാൽ ബീഫ് ഇഷ്ടപ്പെടുന്നവർക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെടും. ലൈറ്റാണ്, മസാല ഇല്ല, കുത്തലില്ല, എരിവൊന്നും ഇല്ലല്ലോ അധികം. അതാണ് ഞാൻ മറ്റേ പൗഡർ ഇട്ടത്, എരിവുള്ളതേ. അല്ലെങ്കിൽ ഈ കളർ കിട്ടൂല ചിലപ്പം. അവിടെ ഒരു മൈക്ക് ഇതായിപ്പോയി, ഒരു മൈക്ക് ചാർജ് കഴിഞ്ഞു. പറയട്ടെ എന്താണ് ഇഷ്ടപ്പെട്ടു? ചെയ്തതിന് ഇഷ്ടപ്പെടുന്ന എനിക്കറിയാത്. മസാല ഇല്ല, വലിയ എരിവില്ല, മസാല ഇല്ല, ഭയങ്കര റിച്ച് ഫ്ലേവറാണ്. മീറ്റിന്റെ നല്ല റിച്ച് ഫ്ലേവർ ഉണ്ട്. പിന്നെ എനിക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതിൻ്റെ അകത്തുള്ളത് ഇഷ്ടപ്പെട്ടില്ല. അതൊരു പ്ലെയിൻ ടേസ്റ്റ് പോലെ കിടപ്പുണ്ട്. കൂടുതൽ ഗ്രീൻ പീസ് അടിപൊളിയാണ്. ഗ്രീൻ പീസ് അടിപൊളിയാണ്. ഞാൻ ചെയ്തതിനോട് പറഞ്ഞ ഗ്രീൻ പീസ് ഇടണോ അല്ലേ? മന്തി റൈസിനൊപ്പം ഉണ്ട്, അത് അടിപൊളിയായിട്ട്. ഭയങ്കര മധുരമായി. അതെന്തോരോ ഒഴിച്ചത് മോന്റെ കുറച്ചിട്ടത് ഞാൻ പറഞ്ഞിട്ട്. അച്ഛൻ നല്ല ദിവിടം വരെ എടുത്തേക്കണ് അല്ലേ. ഞാൻ ലച്ചുവിന് അത്രയും വേണ്ടെന്ന് പറഞ്ഞു. ഓൾറെഡി 7-Up മധുരം ഉണ്ടല്ലോ. ഒന്നും പറയണില്ലല്ലേ, ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കണല്ലേ.
അപ്പൊ ഈ ഡിഷിന്റെ ടേസ്റ്റ് മനസ്സിലായല്ല, കഴിച്ചുകൊണ്ടേയിരിക്കും. ബീഫിന്റെ ഫാനൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ മസ്റ്റ് ട്രൈ ആണ്. പിന്നെ ഒരുപാട് പേർക്ക് സർവ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും ഇല്ലേ? വെച്ച് ബീഫ് മാത്രം എടുത്തിങ്ങനെ വീട്ടിൽ പോകണ്ട് ഞാൻ. അപ്പൊ അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കും. ഇവിടെ അമ്മയൊന്നും ചെയ്തോണ്ട് അമ്മയും അച്ഛനും ബീഫ് കഴിക്കൂല. അവര് പണ്ട് തൊട്ടേ കഴിക്കാത്ത ആൾക്കാരാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടാ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നിസ്സാരം ബൈരാഗി വരാം. ബൈ. അതുപോലെ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ. സെറ്റ് സാധനം. അല്ല